ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആറാമത്തെ ചാപ്റ്ററാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ളത്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അത് ഏതൊക്കെ രീതിയിലൂടെയാണ് അത് കടന്നു വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നോക്കൂ, പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എലമെന്റുകളുടെ ഒരു ടേബിളാണ്. നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എലമെന്റുകളെയും നമ്മളൊരു ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതൊരു പ്രത്യേക മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പീരിയോഡിക് ടേബിളിൽ നിന്ന് നിശ്ചിത എലമെന്റുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അത് ഏതൊക്കെ പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്, ഏതൊക്കെ എലമെന്റുകൾ ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. ആ എലമെന്റുകളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വെച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകളാണ് നമ്മുടെ പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കൂ, ഒന്നാമത് ഡൊബറൈനറുടെ ട്രയാഡ്സ് എന്ന് പറയുന്നു, ഡൊബറൈനേഴ്സ് ട്രയാഡ്സ് എന്ന് പറയുന്നു. അദ്ദേഹം ചെയ്തത് 3 എലമെന്റുകളെ വീതം എടുത്ത് അവയെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അടുത്തത് നോക്കൂ, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ഇത് കുറെ കൂടി മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സരിഗമ പദനിസ എന്ന് പറയുന്ന ആ സ്വരങ്ങളുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സിൽ വന്നിട്ടുള്ളത്. പിന്നീട് വന്ന മറ്റൊരു രൂപമായിരുന്നു ഇത് മെൻഡലിയേവിന്റെ പീരിയോഡിക് ലോയും പീരിയോഡിക് ടേബിളും. അതായത് ദിമിത്രി മെൻഡലിയേവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു, പുതിയ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തി അദ്ദേഹം ഒരു പീരിയോഡിക് ലോ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് അതിൽ നിന്നും മാറ്റം വരുത്തി ഒരുപാട് മെച്ചപ്പെട്ട ഒരു രൂപത്തിൽ വീണ്ടും മോഡേൺ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള സയന്റിസ്റ്റുകൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അവർ ഓരോരുത്തരും ഫോർമുലേറ്റ് ചെയ്ത വളരെ മികച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് പലതരത്തിൽ പീരിയോഡിക് ടേബിൾ കണ്ടു എന്ന് പറഞ്ഞു, അതിനെ തരംതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പൊ ഇന്ന് നമുക്കുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ്. അപ്പൊ ഈ പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റുകളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ 118 എലമെന്റുകളെ പ്ലേസ് ചെയ്യുമ്പോൾ ഓരോന്നും പ്ലേസ് ചെയ്യുന്നത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ്? അതായത് ഇവിടെ ഹൈഡ്രജനെ പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്ത്, ഇവിടെ ലിഥിയം കഴിഞ്ഞാൽ സോഡിയം വരാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ കാൽസ്യം കഴിഞ്ഞാൽ സ്ട്രോൺസും വരാനുള്ള കാരണം എന്താണ്? ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഓരോ ഗ്രൂപ്പുകളായിട്ടും പീരിയഡുകളായിട്ടും ഇവയെ തിരിച്ചിട്ടുണ്ട്. ഓരോരോ ഗ്രൂപ്പുകളായിട്ടും 18 ഗ്രൂപ്പുകളായിട്ടും അതുപോലെ തന്നെ 7 പീരിയഡുകളായിട്ടും ഈ പറയുന്ന പീരിയോഡിക് ടേബിളിനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ആരൊക്കെ വരുന്നു, ഒരു ഗ്രൂപ്പിലുള്ള എലമെന്റുകളുടെ പ്രത്യേകതകൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്കിനി പഠിക്കാനുള്ളത്. ആ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള എലമെന്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നോക്കൂ, ഇവിടെ നമുക്ക് ആൽക്കലി മെറ്റൽസ് കാണാം, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കാണാം, ട്രാൻസിഷൻ മെറ്റൽസ് കാണാം, പോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ് കാണാം, മെറ്റലോയിഡ്സ് കാണാം, അതർ നോൺ മെറ്റൽസ് കാണാം, ഹാലജൻസ് കാണാം, നോബിൾ ഗ്യാസ് കാണാം, ലാന്തനൈഡ്സ് കാണാം, ആക്ടിനൈഡ്സ് കാണാം. ഇങ്ങനെ വിവിധ തരത്തിൽ എലമെന്റുകളെ തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും തരംതിരിക്കാറുണ്ട്. അതായത് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ചില എലമെന്റുകൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സങ്കര സ്വഭാവം കാണിക്കുന്നവയുണ്ട്. അവയെ നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത തരം എലമെന്റുകളെ നമ്മൾ തരംതിരിക്കുന്നു. ഇനി അതിൽ തന്നെ മെറ്റൽസിൽ തന്നെ ആൽക്കലൈൻ മെറ്റൽസ് ഉണ്ട്, ആൽക്കലി മെറ്റൽസും അതുപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഉണ്ട്.
ഇവയുടെ പ്രത്യേകതകൾ എന്താണെന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതില്ലേ? ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എലമെന്റുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവയെയാണ് നമ്മൾ ഈ പറയുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ അറേഞ്ച്മെന്റ് നോക്കൂ. ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ മെറ്റൽസിന്റെയും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുമ്പോൾ ഈ ഗ്രൂപ്പുകളിലുള്ളവയെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഈ ഗ്രൂപ്പിലുള്ളവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ നോക്കൂ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഈ പറയുന്ന എലമെന്റുകളെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ളവയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഹാലജൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഇവിടെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്ന് പറയുന്ന എലമെന്റുകൾ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ നോബിൾ ഗ്യാസസ് എന്നാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പൊ ഓരോന്നിന്റെയും പ്രത്യേകതകൾ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഈ നോബിൾ ഗ്യാസുകൾ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇവ ആരുമായിട്ടും റിയാക്ട് ചെയ്യാത്ത വാതകങ്ങളാണ്. അതായത് അവയുടെ ബാലൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി കിടക്കുന്ന, മറ്റുള്ളവയുമായി റിയാക്ട് ചെയ്യാത്ത ഗ്യാസുകളാണ് ഈ പറയുന്ന നോബിൾ ഗ്യാസസ് എന്ന് പറയും. ആ എലമെന്റുകളുടെ പ്രത്യേകത അതാണ്. അപ്പോൾ അവയുടെ ബാലൻസ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് അവയെ ഒരു ഗ്രൂപ്പിൽ നിർത്തുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്ന എലമെന്റുകളെ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കാറുണ്ട്. അവയെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും മെറ്റാലിക് നേച്ചർ, അതായത് ലോഹ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും അലോഹ സ്വഭാവം, നോൺ മെറ്റൽ നേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ടാവും. അപ്പൊ ഇവയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.